പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ പിതാവിനെ എനിക്ക് നല്ലപോലെ ഓർമ്മ വരികയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ എൻ്റെ മകനായി ജനിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഇന്ന് ഞാൻ കരുതുക. ചിലപ്പോൾ ആ സമയത്ത് അത്രയും ഞാൻ കരുതി കാണണമെന്നില്ല. അതേ കാരണം എൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം. പക്ഷേ ഇന്ന് ഞാൻ കരുതുന്നു ആ അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളത്, അദ്ദേഹം വിട്ടുപോയല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് പറഞ്ഞ ഒരു പാട്ട്, ബാലേട്ടനിലെ പാട്ട് എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. മറ്റൊരു ജന്മം കൂടെ പിറക്കാൻ പുണ്യം പുലർന്നിടുമോ, മറ്റൊരു ജന്മം കൂടെ പിറക്കാൻ പുണ്യം പുലർന്നിടുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അർത്ഥവത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെ കണ്ടതുപോലെ തന്നെയാണ് എന്നെയും കണ്ടത്. യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. സ്നേഹമുണ്ടെങ്കിലും കാര്യമായി പ്രകടിപ്പിക്കാതിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. പക്ഷേ അദ്ദേഹം എനിക്ക് തന്നിട്ട് പോയിട്ടുള്ളത് വലിയൊരു കുടുംബത്തെയാണ്. ആ കുടുംബത്തിൽ നിങ്ങൾ ഓരോരുത്തരും അംഗമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നിങ്ങളും അതുപോലെ തന്നെ ആ സ്നേഹം എനിക്ക് തിരിച്ചു തന്നു. ആ സ്നേഹം ഇന്നും തിരിച്ചു തരുന്നതിൽ അദ്ദേഹം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ സ്നേഹം കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് അദ്ദേഹം ഇല്ലാത്തപ്പോഴാണ് അതിന്റെ ദൈവനിശ്ചയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമസ്കാരം. ചാണ്ടി ഉമ്മൻ MLA, അതായത് നമ്മുടെ ജനകീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ ഇഷ്ടമല്ലാത്തവരായി ആരുമില്ല. അദ്ദേഹത്തിന്റെ പിതാവിന് കൊടുത്തിരുന്ന അതേ സ്നേഹവും ബഹുമാനവും കരുതലുമൊക്കെ ജനം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴിതാ SH ഗേൾസ് ഹൈസ്കൂൾ, രാമപുരത്തുള്ള SH ഗേൾസ് ഹൈസ്കൂളിലെ അക്ഷരത്തിരുമുറ്റത്ത് എന്നുള്ള ഒരു അലുമിനി യോഗത്തിൽ തന്റെ പിതാവിനെ അനുസ്മരിച്ചിരിക്കുകയാണ് അദ്ദേഹം. വളരെ വികാരഭരിതനായിട്ടാണ് അദ്ദേഹം തന്റെ പിതാവിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഈ കരുതലും സ്നേഹവുമെല്ലാം കിട്ടണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. പക്ഷെ അത് കിട്ടിയില്ല. അതിൽ തനിക്ക് പരിഭവമില്ല. അത് എന്തുകൊണ്ടെന്ന് തനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ യോഗത്തിൽ മുൻപ് പ്രസംഗിച്ച ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വാക്കുകൾ കേട്ടതോടെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്, അതായത് ചാണ്ടി ഉമ്മൻ MLAയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ബാലേട്ടൻ എന്ന സിനിമയിലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്നുള്ള പാട്ടാണ്. നമുക്കറിയാം, ആ പാട്ട് വളരെ മനോഹരമായിട്ടാണ് മോഹൻലാൽ എന്ന നടൻ അഭിനയിച്ചിരിക്കുന്നത്. ഈണവും അതുപോലെ തന്നെയാണ്. അതേ വരികളും അതേ ഈണവും ഒക്കെ ചാണ്ടി ഉമ്മൻ MLAയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. നമുക്ക് ഒരിക്കലും ഒരാൾ കൂടെ ഉള്ളപ്പോൾ അവരുടെ വില മനസ്സിലാകണമെന്നില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ, അദ്ദേഹം സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് അത്രമേൽ പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം എന്തൊക്കെ ചെയ്തു വെച്ചുവോ അതൊക്കെ തനിക്ക് നല്ല കാര്യങ്ങളായി ഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം തന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരു വലിയ കുടുംബത്തെയാണ്. ആ കുടുംബത്തിന്റെ മുഴുവൻ സ്നേഹവും കരുതലും ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു, എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് ഇതേ സ്നേഹവും കരുതലും ഒക്കെ ആയിരിക്കും എന്ന്. അതൊരു തിരഞ്ഞെടുപ്പിന് മാത്രമായി ഞാൻ പറഞ്ഞതല്ല. അത് തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം കൂടിയാണ്. അത് ഭംഗിയായി തന്നെ ഞാൻ നിറവേറ്റുകയും ചെയ്യും. അത് എന്നും ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കാണ്, എന്റെ ഉറപ്പാണ്. എന്റെ പിതാവിനെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ കരുതിയതുപോലെ നിങ്ങൾ എന്നെ കരുതുന്നു. അതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ വികാരഭരിതമായ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. വളരെയധികം സന്തോഷമുണ്ട്. SH ഗേൾസ് ഹൈസ്കൂൾ രാമപുരത്ത് ഈ അലുമിനി മീറ്റുമായി ബന്ധപ്പെട്ട് വരുവാൻ സാധിച്ചത്. അക്ഷര തിരുമുറ്റം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൂടിവരവ് പല കൂടിവരവുകളുടെ ഭാഗമായിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ്. ആദ്യത്തേത് 49 മുതൽ 89 വരെയുള്ള ബാച്ച്, അടുത്ത 90 മുതൽ 2017 ബാച്ച്, മൂന്നാമത്തത് 18 മുതൽ 23 വരെയുള്ള ബാച്ചുകൾ. അങ്ങനെ വിവിധ ബാച്ചുകൾ ചേർന്ന് വന്ന സാഹചര്യം. ഇത് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച ആണ് ഈ പരിപാടികൾ മൊത്തം നടത്തിയിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ
ഒരു സ്നേഹ വീട് ഒരാൾക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ കൂടുവരവുകളെല്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാകുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർത്തിയായിത്തീരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ഇന്നും വളരെയധികം നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ വളരെയധികം അടുത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. ഇത് പറയപ്പെടുന്നുണ്ട്, ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളോ കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം വിട്ട് പോകുമ്പോൾ പാർട്ട് ഓഫ് ദ പേഴ്സൺ ഡൈസ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ഭാഗം മരിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പക്ഷേ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം പഠിച്ചതിന് ശേഷം എനിക്ക് ഇതേപോലെ ഒരു പ്രസംഗം ചെയ്യാൻ അന്ന് അവസരം വന്നു. അവസാനത്തെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രസംഗം ഒന്ന് ചെറുതായിട്ട് ആ കോട്ടിനെ ഒന്ന് മാറ്റി. ഞാൻ പറഞ്ഞു, എന്നിലുള്ള ക്രൈസ്റ്റൈറ്റ് പാർട്ട് ഹാസ് കം അലൈവ്. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകുമ്പോൾ എന്നിൽ ക്രൈസ്റ്റൈറ്റ് അല്ലെങ്കിൽ ക്രൈസ്റ്റൈറ്റ് ആയിരിക്കുന്ന ഒരു പാർട്ട് ജീവിച്ചു വരികയായിരിക്കുന്നു. എന്നെ കൂടുതൽ ഡിസിപ്ലിൻഡ് ആക്കിയ, എന്നെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഡിഫറെന്റ് വ്യൂ പോയിന്റ് തന്ന ക്രൈസ്റ്റൈറ്റ് പാർട്ട് എന്നിൽ ജീവിച്ചു വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് അതായിരുന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചും ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ സേക്രഡ് ഹാർട്ട് പാർട്ട് നിങ്ങൾക്ക് ജീവിച്ചു വരികയാണെന്ന് ഞാൻ പറയും. A part of you have come alive rather than part of you dying. A new part which has helped you to grow, which has helped you to understand things in a different point of view. അപ്പോൾ ആ ഒരു പാർട്ട് നിങ്ങളെ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അത് ഇവിടുന്ന് പോകുമ്പോഴും ഇവിടുന്ന് ഇനി ഒത്തിരി ഉയരങ്ങൾ താണ്ടുമ്പോഴും അതെല്ലാം ഈ സ്കൂള് നിങ്ങളെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കണം. ആ പ്രചോദനത്തിൽ ഒരു പ്രചോദനമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു വീട് വെച്ചു കൊടുക്കുക ചെറിയ കാര്യമല്ല, അത് വലിയൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കുടിയൊരുവിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാനേജ്മെന്റ് കൂടെ ചേർന്ന് ആ ഒരു വീട് വെച്ച് കൊടുക്കുന്നത് തന്നെ അങ്ങനെ ഒരു പുതിയ പാർട്ടി ജീവിച്ചു വന്നുകൊണ്ടാണ്. ഈ സ്കൂള് നിങ്ങളുടെ മനസ്സിൽ കൂടിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ എല്ലാവിധ ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ പിതാവിനെ എനിക്ക് നല്ലപോലെ ഓർമ്മ വരികയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ എൻ്റെ മകനായി ജനിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഇന്ന് ഞാൻ കരുതുക. ചിലപ്പോൾ ആ സമയത്ത് അത്രയും ഞാൻ കരുതി കാണണമെന്നില്ല. അതേ കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം. പക്ഷേ ഇന്ന് ഞാൻ കരുതുന്നു ആ അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളത്, അദ്ദേഹം വിട്ടുപോയല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് പറഞ്ഞ ഒരു പാട്ട്, ബാലേട്ടനിലെ പാട്ട് എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. മറ്റൊരു ജന്മം കൂടെ പിറക്കാൻ പുണ്യം പുലർന്നിടുമോ. മറ്റൊരു ജന്മം കൂടെ പിറക്കാൻ പുണ്യം പുലർന്നിടുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അർത്ഥവത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെ കണ്ടതുപോലെ തന്നെയാണ് എന്നെയും കണ്ടത്. യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. സ്നേഹമുണ്ടെങ്കിലും കാര്യമായി പ്രകടിപ്പിക്കാതിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. പക്ഷേ അദ്ദേഹം എനിക്ക് തന്നിട്ട് പോയിട്ടുള്ളത് വലിയൊരു കുടുംബത്തെയാണ്. ആ കുടുംബത്തിൽ നിങ്ങൾ ഓരോരുത്തരും അംഗമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നിങ്ങളും അതുപോലെ തന്നെ ആ സ്നേഹം എനിക്ക് തിരിച്ചു തന്നു. ആ സ്നേഹം ഇന്നും തിരിച്ചു തരുന്നതിൽ അദ്ദേഹം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ സ്നേഹം കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് അദ്ദേഹം ഇല്ലാത്തപ്പോഴാണ് അതിൻ്റെ ദൈവനിശ്ചയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത്രയും സ്നേഹം തരുമ്പോൾ എനിക്ക് ജീവിതം കൊണ്ട് മാത്രമേ നന്ദി പറയാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. എന്നും എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന പോലെ ഈ ഒരു സഹോദരനായി, മകനായി, സുഹൃത്തായി എന്നും കാണും എന്ന് തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിങ്ങളോട് എല്ലാവരോടും കൂടെ ഞാൻ കാണും. നിങ്ങൾക്കെന്നും ഞാൻ കൂടെ ഉണ്ട് എന്ന് മാത്രം പറയുവാൻ അവസരമെടുത്തുകൊണ്ട് ഈ അലുമിനൈ മീറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും കോൺഫിഡൻ്റ് ആയിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം. നിങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. ഫെയ്ത്ത് 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 ഇൻ യുവർ സെൽഫ്,
faith in God. That is the key to success or greatness. വിശ്വാസം, നിങ്ങളിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് മഹത്വത്തിലേക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടാകട്ടെ. ഈ ലോകമെങ്ങും പോയി മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, നല്ല വർത്തമാനം ലോകമെങ്ങും അറിയിക്കുവാൻ. ഇത് ക്രിസ്മസ് കാലം കൂടിയാണ്. ലോകത്തെങ്ങും സമാധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞ, സമാധാനം ആശംസിച്ച, ലോകത്തെങ്ങും പോയി എല്ലാവർക്കും നല്ല വർത്തമാനം അറിയിക്കണമെന്ന് അറിയിച്ച ക്രിസ്തുദേവന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന അവസരമാണ്. ഇപ്പോൾ നിങ്ങൾക്കും ലോകത്തെങ്ങും പോയി, ഈ നാട്ടിൽ മാത്രമല്ല ലോകത്തെങ്ങും പോയി മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, ലീഡേഴ്സായി മാറുവാൻ, സമൂഹത്തെ നയിക്കുവാൻ, ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് നയിക്കുവാൻ. പ്രത്യേകിച്ച് കൂടിയിരിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികൾ, പെൺകുട്ടികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവണം. ആ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും, ഈ ലോകത്ത് ഇന്ന് ഇന്ത്യക്കാരുണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലെ മറ്റൊരു സമൂഹം ഉണ്ടാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളും ആ ഹാർബിഞ്ചേഴ്സ് ഓഫ് ചേഞ്ച് ആയി മാറിക്കൊണ്ട് നിങ്ങൾക്കും ഈ സമൂഹത്തിനും, നിങ്ങളുടെ നാടിനും, നിങ്ങളുടെ വീടിനും, അതുപോലെ തന്നെ ഈ ലോകത്തിനും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് സേക്രഡ് ഹാർട്ട് സ്കൂളിൽ പഠിച്ചതിന്റെ എല്ലാവിധ മംഗളും നിങ്ങൾക്കുണ്ടാവട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചർമാരെയും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുകയും, അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വന്ന വഴി എവിടെ എത്തിയാലും ശരി, വന്ന വഴി മറക്കരുത് എന്നുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അധ്യാപകർ. ഞാൻ മാതാപിതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ നിന്നതുകൊണ്ടാണ് ഇന്നും എനിക്ക് കേരള സമൂഹത്തിൽ ഒരു സ്നേഹം കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. അത് എന്നെ പറ്റി, ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലാൻ വരെ ശ്രമിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുവരെ കേൾക്കേണ്ടി വന്ന മകനാണ്. പക്ഷേ അതിന് പകരം കേരള സമൂഹം മുഴുവൻ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. കാരണം ഞാൻ എൻ്റെ പിതാവിന് വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ അധ്യാപകരോടൊപ്പം, നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.